മഴക്കാലമായി. തലവേദന, ചെവിവേദന, തൊണ്ടവേദന, കാലുവേദന, മേലുവേദന, ജലദോഷം, ചുമ, തുമ്മൽ, വയറിളക്കം തുടങ്ങി എവിടെ നോക്കിയാലും ആരെ കണ്ടാലും അസുഖത്തിന്റെ ഒരു നീണ്ട നിര തന്നെ കേൾക്കാം. വൈറൽ പനി, ഡെങ്കിപ്പനി, പന്നിപ്പനി, തക്കാളിപ്പനി, കുരങ്ങുപനി, ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള പനികൾ. 2 മാസത്തെ അവധിക്കാലത്തിന് ശേഷം സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ കൊണ്ട് ആഴ്ചയിൽ ഡോക്ടർമാരുടെ അടുത്ത് കയറിയിറങ്ങേണ്ടി വരുന്ന മാതാപിതാക്കളും. എന്ത് ചെയ്യാനാ, ഇപ്പത്തെ കുട്ടികളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് അല്ലേ. സ്കൂളിൽ ചെന്ന് കാണുന്ന വൈറസിനൊക്കെ ലൈക്കും കൊടുത്ത് വീട്ടിൽ വന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യും. അയൽവക്കത്തെ വീട്ടിൽ ആർക്കെങ്കിലും പനി വന്നാൽ ഉടനെ പോയി മരുന്ന് വാങ്ങി കഴിക്കുന്ന അടുത്ത വീട്ടുകാര് വേറെ. ഡോക്ടറുടെ അടുത്ത് പോയി മരുന്ന് വാങ്ങിയിട്ട് വന്ന വയർ നിറച്ച് കഴിക്കാൻ മാത്രം മരുന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരും, ആന്റിബയോട്ടിക് കിട്ടിയില്ല, ഇനി ആന്റിബയോട്ടിക് കഴിക്കാതെ എങ്ങനെ അസുഖം മാറുന്നോർത്ത് പേടിച്ചിരിക്കുന്ന ആന്റിബയോട്ടിക് പ്രേമികളും നമ്മുടെ നാട്ടിൽ ഒട്ടും കുറവല്ല. കിട്ടിയ മരുന്നിന്റെ ഡോസ് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് ഹൈ ഡോസ് മരുന്ന് തരുന്ന ഡോക്ടർ ഏതാണെന്ന് അന്വേഷിച്ച് നടക്കുന്നവരും, മരുന്ന് വാങ്ങി 2 ദിവസത്തിനുള്ളിൽ അസുഖം പൂർണ്ണമായും ഭേദമായില്ലെങ്കിൽ വേറെ ഡോക്ടറുടെ അടുത്ത് പോയി മരുന്ന് വാങ്ങി 2 ഡോക്ടർമാരും തന്ന മരുന്ന് ഒരുമിച്ച് കഴിക്കുന്നവരും, അലോപ്പതി, ആയുർവേദം, ഹോമിയോ, പച്ചമരുന്ന് ഇതെല്ലാം ഒരുമിച്ച് കഴിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. അവനവന് വിശ്വാസമുള്ള ഏതെങ്കിലും ഒന്ന് കഴിച്ചാൽ പോരെ? ഏത് മരുന്ന് കഴിച്ചാലും അസുഖം പൂർണ്ണമായും ഭേദമായി വരാൻ കുറച്ച് സമയമൊക്കെ എടുക്കൂന്നേ. എന്റെ കുട്ടികളെയും കൊണ്ട് ചുമയായിട്ട് ഞങ്ങൾ കാണിക്കാറുള്ള ഡോക്ടറെ അടുത്ത് ചെന്നാല് മരുന്നൊക്കെ എഴുതിയിട്ട് ഡോക്ടർ പറയും ചുമ മാറി വരാൻ ഒരു 10 ദിവസമൊക്കെ എടുക്കും കേട്ടോ. 10 ദിവസം കൊണ്ട് ചുമ മാറിയില്ലെങ്കിൽ ഒന്നുകൂടെ കാണിച്ചാൽ മതിയെന്ന്. വൈറൽ ഫീവറുമായിട്ട് ചെന്ന ഡോക്ടർ പറയും പനി മാറി വരാൻ ഒരു 3-4 ദിവസമൊക്കെ പിടിക്കും, ഇടവിട്ട് പനിക്കും, കുളിപ്പിച്ചു കഴിയുമ്പോൾ പിന്നെയും പനിക്കാനുള്ള സാധ്യതയുണ്ട്, പനിയും ദേഹത്ത് വേദനയും ക്ഷീണവും ഒക്കെ ശരിക്കും മാറി വരാൻ ഒരു 7-8 ദിവസമൊക്കെ പിടിക്കും. ശരിയല്ലേ? അതുകൊണ്ട് മരുന്ന് കഴിക്കുന്ന പാടെ അസുഖം മാറിയില്ല എന്നും പറഞ്ഞ് ആരും ടെൻഷൻ അടിച്ച് ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടർ പറയുന്നത് പോലെ മാത്രം ചെയ്താൽ മതി. പിന്നെ നമ്മൾ വീട്ടിലും കൂടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമതായി ആവശ്യത്തിന് വെള്ളം കുടിക്കുക. മഴക്കാലമായ വെള്ളം കുടിക്കുന്ന ഒരു അപരാധമായി കാണുന്ന പലരും നമ്മുടെ നാട്ടിലുണ്ട്. ഓർക്കുക, നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം നിലനിർത്തിയില്ലെങ്കിൽ മറ്റു പല അസുഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് ശുദ്ധജലം കുടിക്കുക. സ്വന്തം കിണറ്റിൽ നിന്നും കോരിയെടുത്തതാണെന്നും പറഞ്ഞ് ചുമ്മാതങ്ങ് കുടിക്കുവൊന്നും വേണ്ട കേട്ടോ. തിളപ്പിച്ചാറിയതിനു ശേഷം മാത്രം കുടിക്കുക. കടയിൽ പോയി ജ്യൂസ് മേടിച്ചു കുടിക്കുന്നതൊക്കെ പരമാവധി ഒഴിവാക്കുക. മഞ്ഞപ്പിത്തമൊക്കെ പടരുന്ന സമയമാണ്. ജ്യൂസ് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കുവാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നാന്ന് വെച്ചാൽ ഭക്ഷണ കാര്യത്തിലുള്ള ശ്രദ്ധ. പരമാവധി വീടിന് വെളിയിൽ നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. വീട്ടിൽ തന്നെ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുവാൻ ശ്രമിക്കുക. പിന്നെ പാകം ചെയ്യാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ, പഴങ്ങളോ പച്ചക്കറികളോ നോൺ വെജ് ഐറ്റംസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ കേടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. കൂടാതെ ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയാൽ, പ്രത്യേകിച്ച് ബ്രെഡ്, ബണ്ണ്, കേക്ക് ഐറ്റംസ്, ലഡു, ജിലേബി, കിണ്ണത്തപ്പം തുടങ്ങി പെട്ടെന്ന് പൂപ്പൽ പിടിക്കാൻ സാധ്യതയുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയാൽ അത് കേടുവല്ലം വന്നും തുടങ്ങിയിട്ടുണ്ടോ, പൂപ്പൽ വല്ലം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. പിന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ പോലും ഫ്രിഡ്ജിൽ വെച്ച് ഒത്തിരി പഴകിയതൊന്നും ഉപയോഗിക്കാതിരിക്കുക. കാറ്റും മഴയും ഇടിയും ഒക്കെ ഉള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് കറണ്ടൊക്കെ പോകുന്നതാണ്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണ സാധനങ്ങൾ വീണ്ടും എടുക്കുമ്പോൾ നല്ലതാണോ എന്ന് നോക്കിയിട്ട് മാത്രം എടുക്കുക. പിന്നെ നമ്മുടെ വീട്ടുവളപ്പിലുള്ള കറിവേപ്പില, ചീര, മറ്റു പച്ചക്കറികൾ തുടങ്ങി നമ്മൾ സ്വയം കൃഷി ചെയ്ത് എടുക്കുന്ന പച്ചക്കറികളാണെങ്കിൽ പോലും ഇപ്പൊ പുഴുവൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് ശരിക്കും നോക്കിയിട്ട് നല്ല വൃത്തിയായി കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ തുണികളൊക്കെ കഴുകിയിട്ടാൽ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ താമസിക്കും. ശരിക്കും ഉണങ്ങിയില്ലെങ്കിൽ ഇതിനൊരു മണം ഉണ്ടാകും. മടക്കി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൂപ്പൽ പിടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴുകി വെക്കുന്ന തുണികൾ മാത്രമല്ല എന്ത് സാധനവും ശരിക്കും ഉണങ്ങിയതിനു ശേഷം മാത്രം എടുത്തു വെക്കുക. പിന്നെ ചില മരത്തിന്റെ അലമാരികള്, ഷോക്കേസിൽ വെക്കുന്ന ചില സാധനങ്ങൾ ഒക്കെ മഴക്കാലത്ത് പെട്ടെന്ന് പൂപ്പൽ പിടിക്കാറുണ്ട്. അതൊക്കെ ഇടയ്ക്കൊന്ന് നോക്കി തുടച്ചൊക്കെ വെക്കണം കേട്ടോ. പൂപ്പലിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അടുക്കളയിലാണ്. നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവയിലൊക്കെ പൂപ്പൽ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ചില മൺചട്ടികൾ, മരത്തിന്റെ തവികൾ, മരത്തിന്റെ ചപ്പാത്തി പലക തുടങ്ങിയവയിലൊക്കെ പെട്ടെന്ന് പൂപ്പൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ നന്നായി വൃത്തിയാക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ചില മസാലപ്പൊടികളൊക്കെ നമ്മൾ എത്ര അടച്ചു വെച്ചിരുന്നതാണെന്ന് പറഞ്ഞാൽ പോലും മഴക്കാലത്ത് തണുത്ത് കട്ട പിടിക്കാനും പൂപ്പൽ പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ തണുത്തു പോയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക.
നാലാമത്തെ കാര്യം, ഈച്ച, കൊതുക്, ഒച്ച്, തവള, ചിലതരം പുഴുക്കൾ തുടങ്ങി ചില ജീവികൾ കുറെ നാളത്തെ ടൂറൊക്കെ കഴിഞ്ഞ് മഴക്കാലം ആസ്വദിക്കാനായിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറെ നാളുകൾക്ക് ശേഷം കാണുന്നതാണെന്ന് പറഞ്ഞ് ആരും ഇതിനെയൊന്നും സ്വീകരിച്ച് സൽക്കരിച്ചിരുത്തേണ്ട. ഇതിനെയൊന്നും കൊല്ലാൻ ഒരു സർക്കാരിന്റെ അനുവാദം വേണ്ട. ഒരെണ്ണത്തിനെ അടുപ്പിച്ചേക്കരുത്. അസുഖങ്ങൾ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോളുക. അഞ്ചാമത്തെ കാര്യം, വീടിന് വെളിയിലേക്ക് ഇറങ്ങിയാല് മഴവെള്ളം വീണ് പായല് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളുണ്ടാകും, ചെളിയുള്ള സ്ഥലങ്ങളുണ്ടാകും, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ടാകും. ആരും തെന്നി വീഴാതെ സൂക്ഷിക്കുക. കുട്ടികള് പുറത്ത് കളിക്കുമ്പോഴാണെങ്കിലും അവരോട് സൂക്ഷിച്ച് കളിക്കാൻ പറയുക. കുട്ടികൾ കളിക്കുന്ന സമയത്ത് മുതിർന്നവരിടയ്ക്കൊക്കെ അവരെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വീടിന് പുറത്തുനിന്ന് കയറി വരുമ്പോഴും ബാത്റൂമിൽ നിന്ന് കയറി വരുമ്പോഴും നമ്മുടെ കാലിൽ വെള്ളം ഉണ്ടെങ്കിൽ ചവിട്ടിയിൽ നന്നായി തുടച്ചതിന് ശേഷം മാത്രം കയറി വരിക. തറയിൽ വെള്ളം വീണാല് ഉടനെ തന്നെ തുടച്ചു കളയുക. തോട്, പുഴ, വെള്ളച്ചാട്ടങ്ങൾ ഇവയിലൊക്കെ നല്ലപോലെ വെള്ളമുള്ള സമയമാണ്. ഇവയൊക്കെ കാണാൻ പോയാലും വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കുക. അപകടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോ മഴക്കാലമാണ്. എല്ലാവരും സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക.